എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻകറിയാണ്. അപ്പോൾ നിങ്ങൾ കുറുകിയ ചാറ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി കാണണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ മീനാണ് എടുക്കുന്നത്, ചൂരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുത്ത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 ഉള്ളി നെടുകെ കീറിയത്, വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് പൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് 4 ടേബിൾ സ്പൂൺ വേണ്ട, 3 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഞാനിവിടെ ചേർക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ടല്ല, തക്കാളി ചേർക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചാറ് ഇങ്ങനെ നല്ല കുറുകിയിട്ടിരിക്കുന്നത്. അപ്പോൾ തക്കാളി ജസ്റ്റ് ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ആറാൻ വെക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്താൽ എങ്ങനെ ഉണ്ടാവും, അയ്യേ കൊണ്ടുണ്ടാവില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തക്കാളിയുടെ ഒരു ടേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കറിയാനൊന്നും പറ്റില്ല. അത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കുറുകിയൊരു ചാറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ കഷ്ണമാണെങ്കിൽ 4 പീസ് പുളിയാണ് കറക്റ്റായിരിക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണമായതുകൊണ്ടാണ് ഇവിടെ 6 പീസ് പുളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരയ്ക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ നെകക്കെ വെള്ളം നിൽക്കുന്നത് പോലെ മതി വെള്ളം. അപ്പോൾ ഇത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കിയും കൂടെ നോക്കാം. ഒത്തിരി നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ നെകക്കെ വെള്ളം നിൽക്കുന്ന പോലെ ഒഴിച്ചു കൊടുത്താൽ അത് കറക്റ്റായിരിക്കും. ഇച്ചിരി കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലെവലിൽ വെള്ളം മതിയായിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പം തിളച്ചിട്ടുണ്ട്. തിളച്ചാൽ പോരാ, ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇതൊന്ന് ഇടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ സ്പൂൺ വെച്ചൊക്കെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ച് ഒഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.